Q-Developers Comedy Super. നമ്മൾ ചിരിക്കാത്ത ദിവസമാണ് നമ്മുടെ ജീവിതത്തിലെ പാഴ് ദിവസം. നിങ്ങളുടെ ഇന്നത്തെ ദിവസം പാഴായി പോവാതിരിക്കുവാൻ നർമ്മത്തിന്റെ വിസ്മയ കാഴ്ചകളുമായി ഞങ്ങൾ എത്തിയിരിക്കുന്നു. ഏവർക്കും സ്വാഗതം. ഇത് കണ്ടംകുളത്തി ഡയാലിവ് ഫോർട്ട് കോമഡി സൂപ്പർ നൈറ്റ് 2 പവർഡ് ബൈ കോൺഫിഡൻറ്റ് ഗ്രൂപ്പ്. കോമഡി സൂപ്പർ നൈറ്റ് 2 ഇന്ന് ഇളക്കി മറിക്കുവാനായി എത്തിയിരിക്കുന്നത് മറ്റാരുമല്ല, നമ്മുടെ പ്രിയപ്പെട്ട കട്ടുറുമ്പിലെ കുട്ടിപ്പട. ഇങ്ങനെയൊക്കെ ഒരാളുണ്ട് ഇവിടെ, കാണാറേ ഇല്ലല്ലോ ഇപ്പൊ. അല്ല, നീ അവിടെ കട്ടുറുമ്പിലൊക്കെ ചെന്നിട്ട് ഭയങ്കര തകർപ്പൻ പെർഫോമൻസ്. കട്ടുറുമ്പിൽ ചെന്നിട്ട് ഞാനും കുട്ടികളുമായിട്ട് കുറച്ച് ഏറ്റുമുട്ടി ഷൈനിങ് ഒക്കെ ആയിരുന്നു. അല്ല, നിന്റെ സ്റ്റാൻഡേർഡ് തമാശയൊക്കെ അവിടെയാണ് പറ്റും. അവിടെ മതിയോ? അതെ, അവിടെ മതി. അല്ല, അൻസിബി ചേച്ചിക്ക് എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ഞാൻ പഠിപ്പിച്ചു തരാം. വേണ്ട, നീ ഇപ്പൊ എന്തിനാ ഇങ്ങോട്ട് കെട്ടിയെടുത്തത്? ഇതെന്റെ ഫ്ലോർ അല്ലേ? അതെന്ത് ചോദ്യം? ഫ്ലോർ അയ്യാടാ, നീ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോ. നീ എന്തിനാ അങ്ങോട്ട് പോയത്? അല്ലല്ല, അങ്ങനെ താഴ്ത്തി കെട്ടി സംസാരിക്കുന്നു വേണ്ട. പിന്നല്ലാതെ ഭീഷണി ഞാൻ ഇറക്കും. എന്ത് ഭീഷണി? ഞാൻ വന്നാലല്ലേ ഇവിടെ പരിപാടി നടക്കത്തുള്ളൂ. ആഹാ, നീ വന്ന് വന്ന് വലിയ ഭീഷണിപ്പെടുത്താൻ നടക്കല്ലോ. ഒന്ന് പോടാ, ഇറക്കാം. ഭീഷണിയല്ല, ഇവിടെ ഗസ്റ്റ് ആരാ? ആരാ? കട്ടുറുമ്പുള്ള പിള്ളേരല്ലേ? അവരെ ആരാ കൊണ്ടുവന്നിരിക്കുന്നത്? ആരാ? ഞാൻ. നീയോ? എന്നിട്ട് നീ മാത്രല്ലേ ഉള്ളൂ ഇവിടെ? അവരെവിടെ? ഒറ്റയുണ്ട്. ഇപ്പൊ ശരിയല്ല. ശരി, വാടാ മക്കളെ. അടിപൊളി സൂരജ്. ഇതെന്ത് പരിപാടി ചേച്ചി? എന്താ? എന്ത് പരിപാടിയാണ്? ഞങ്ങൾ കുട്ടികളായോണ്ടാണ് ഇങ്ങനെ അവഗണന. എന്ത് ചെയ്തോടാ? ഞാൻ ഒന്നും ചെയ്തില്ലല്ലോ. ഞാൻ മിണ്ടിവിടെ. നീ മിണ്ടായിരിക്കേ. ഞാൻ പറയട്ടെ? പൊളിക്കട സൂരജ്. പിന്നെ വേറെ കാര്യമുണ്ട്, ഞാൻ ഒന്ന് പറഞ്ഞ് ശരിയാക്കാൻ. ഞാൻ മിണ്ടിട്ടല്ല. അപ്പൊ ഞങ്ങൾ കുട്ടികളായോണ്ടുള്ള അവഗണന ഇവിടെ നിർത്തിക്കോ. ബാക്കിയുള്ള ഗസ്റ്റ് ഒക്കെ വരുമ്പോ അവർക്കൊരു എൻട്രി ഡാൻസ് ഒക്കെ ഉണ്ട്. ഞങ്ങൾക്ക് കുട്ടികൾക്ക് ഡാൻസും പാട്ടൊന്നും ഇല്ലേ? എന്താ വേണ്ടത്? ഡാൻസ് വേണം ഞങ്ങൾക്ക്. എന്താന്ന് വെച്ചാ ചെയ്തോ നീ. എന്നാ നൃത്തം തുടങ്ങട്ടെ. സൂപ്പർ ഡാൻസ് ആയിരുന്നു കേട്ടോ നിങ്ങളുടെ. എന്തായാലും അടിപൊളി ഡാൻസ്. എന്താണ് നമ്മൾക്ക് അലക്കില്ല ഡാൻസ്? ഇങ്ങനൊക്കെ പറയാൻ നല്ല അടിപൊളി കുട്ടികളാണല്ലോ. നിനക്ക് അവിടെ പോയിട്ട് ഭയങ്കര സന്തോഷമായിട്ടുണ്ടാവും. ഭയങ്കര സന്തോഷമായി, എന്റെ വയറ് നിറഞ്ഞു. എന്തായാലും നമുക്ക് ഇന്ന് ആദ്യം സൂരജിൽ നിന്ന് തന്നെ തുടങ്ങാം. എങ്ങനെയുണ്ടായിരുന്നു സൂരജ്, താങ്കളുടെ ആ ഒരു എക്സ്പീരിയൻസ് കട്ടുറുമ്പിൽ പോയിട്ടുള്ള? ഭയങ്കര എക്സ്പീരിയൻസ് ആയിരുന്നു. അതെന്തായിരുന്നു? എന്നെ പിന്നെ വീട്ടുകാർക്ക് കാണാൻ പറ്റുമെന്നൊരു സംശയമായിരുന്നു. കണ്ടു, സന്തോഷമായി അവർക്ക്. മോന്റെ പേരെന്താ? ആദിനാഥ്. ആദിനാഥ്. എവിടെയാണ് വീട്? ഷൊർണൂർ. അച്ഛനും അമ്മയൊക്കെ വന്നിട്ടുണ്ട് കാണാൻ, പ്രോഗ്രാം ഒക്കെ കാണാൻ. അച്ഛനും അമ്മയ്ക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണോ മോൻ ഇങ്ങനെ പെർഫോം ചെയ്യണതൊക്കെ? ആണ്. ഇപ്പൊ നാട്ടിലൊക്കെ ഇറങ്ങുമ്പോ എല്ലാരും തിരിച്ചറിയുന്നുണ്ടോ? മോന്റെ പ്രോഗ്രാം കാണാറുണ്ട്, അടിപൊളിയായി എന്നൊക്കെ പറയാറുണ്ടോ? ഇനോഗ്രേഷൻ ഒക്കെ വിളിക്കാറുണ്ട് ആരെങ്കിലും? അങ്ങനെ വിളിക്കാറൊന്നുമില്ല, ഇനിയിപ്പോ വിളിക്കും. സിനിമയിൽ അഭിനയിക്കാൻ ചാൻസ് കിട്ടിയോ?
എടാ നിന്റെ അടുത്ത് ഞാൻ ചോദിക്കാം, അപ്പൊ പറഞ്ഞാ മതി കേട്ടോ. സിന്ധുരാജ് എന്ന് പറഞ്ഞൊരു അങ്കിളില്ലേ, അങ്കിള് സെക്കൻഡ് ഇപ്പൊ അടുത്ത സിനിമയിൽ എനിക്ക് അടുത്ത സിനിമയിലേക്ക് കിട്ടി. ലാൽ ജോസ് അങ്കിളിലെ ഒരു സിനിമ ലാൽ ജോസ് അങ്കിളും വിളിച്ചു. എന്നിട്ട് എന്ത് പറഞ്ഞു അങ്കിൾ? എന്താ പറഞ്ഞേ? അങ്കിള് പറഞ്ഞ അടുത്ത സിനിമയിൽ ഞാനുണ്ട്. അടുത്ത സിനിമയിലുണ്ട്, ലാൽ ജോസ് സാറിന്റെ അടുത്ത സിനിമയിലുണ്ട്. ഇനിയിപ്പോ എന്താ വേണ്ടത് അല്ലേ? ഓക്കെ, ഇനി അടുത്ത ആളെ പരിചയപ്പെടാം. മോളെ പേരെന്താ? നമ്മുടെ തസ്നീമ. തസ്ലീമ. തസ്ലീമ കുഞ്ഞാറ്റ എന്ന് വിളിച്ചാൽ മതി, അല്ലെങ്കിൽ അത് കുളമായി പോവും. കുഞ്ഞാറ്റ എന്ന കുഞ്ഞാറ്റ കുട്ടീന്റെ നാട് എവിടെയാ, വീട് എവിടെയാ? കൊല്ലം. കൊല്ലം. കുഞ്ഞാറ്റ എത്രാം ക്ലാസ്സിലെ പഠിക്കണേ? രണ്ടിലെത്തിയിട്ടേ ഉള്ളൂ കേട്ടോ. എന്താ പാട്ട് പാടുവോ, ഡാൻസ് ചെയ്യോ? എടാ നിന്റെ അടുത്ത് ഞാൻ ചോദിക്കുമ്പോ ഉത്തരം. ഞാൻ പാട്ടും പാടും ഡാൻസ് കളിക്കും. പാട്ടും പാടും ഡാൻസും കളിക്കും അല്ലേ? അപ്പൊ റിമി ടോമി എന്നാണോ പേര്? എല്ലാരും അങ്ങനെ വിളിക്കാറുണ്ട്. ചിലർ നയൻതാരെന്ന് വിളിക്കും, ചിലർ തമന്നേന്ന് വിളിക്കും. അങ്ങനെ കുറെ പേര് കിട്ടിയിട്ടുണ്ട്. അടുത്ത ആളെ പരിചയപ്പെടാം. ഇനി അടുത്ത ആള് പറ. പേരെന്താ മോളെ? ലക്ഷ്മി. ലക്ഷ്മി. ലക്ഷ്മി കുട്ടി എത്രയല്ലേ പഠിക്കണേ? UKG എത്തിയിട്ടുള്ളൂ. അയ്യോ, സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ടോ? 3 അഭിനയിച്ചിട്ടുണ്ട്. 3 ഏതൊക്കെ പടങ്ങളാ? ഗോഡ്സ് ഓൺ കൺട്രി, ലൈഫ് ഡയറി, ലൂസി 666. നമുക്ക് ലക്ഷ്മി കുട്ടിന്റെ വിശേഷങ്ങൾ അറിയണ്ടേ? ലക്ഷ്മി കുട്ടി പറ, എവിടെയാ വീട് മോളുടെ? കൊല്ലം. കൊല്ലം. അച്ഛനും അമ്മയൊക്കെ വന്നിട്ടുണ്ടല്ലേ കാണാൻ വേണ്ടിട്ട്? ഈ പ്രോഗ്രാം ഒക്കെ കണ്ടിട്ട് അച്ഛനും അമ്മ എന്താ പറയണേ? നന്നായിട്ടൊക്കെ പറയുന്നുണ്ട്. എന്തൊക്കെയാണ് നന്നായിട്ട് പറയണത്? ആരെ കൂടുതൽ സപ്പോർട്ട് ചെയ്യണേ, അച്ഛനാണോ അമ്മയാണോ? രണ്ടുപേരും. ഓക്കെ, എന്നാ നമുക്ക് അടുത്ത ആളില് പോവാം. വാവന്റെ പേരെന്താ? ശ്രീഹരി PV. എന്താണ്? ശ്രീഹരി PV. ശ്രീഹരി PV. ഏത് ക്ലാസ്സിലെ പഠിക്കുന്ന PV കുട്ടൻ? LKTV. കട്ടുറുമ്പിലെ സൂപ്പർ പാട്ടുകാരനാണ് കേട്ടോ ഇയാള്. മൊഞ്ചനാണ് ആള്. എന്താണ്? മൊഞ്ചനാണ്. അത് ശരിയാ. കട്ടുറുമ്പിൽ ആദ്യമായിട്ട് മോൻ പാടിയ പാട്ട് ഏതാ? തേനും വയം. തേനും വയമ്പോ? രണ്ടുപേരും ഞങ്ങൾക്കൊന്ന് പാടിത്തരുമോ? തേനും വയമ്പും നാവിൽ തൂവും വാനം വാടി. തേനും വയമ്പും നാവിൽ തൂവും വാനം വാടി. രാഗം ശ്രീരാഗം പാടൂ നീ വീണ്ടും 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 വീണ്ടും. തേനും വയമ്പും നാവിൽ തൂവും വാനം പാടി. സിംഗാരത്തോപ്പിൽ ഒരു ഞാലിപ്പൂവമ്പൽ തോട്ടം. മാനത്തെ സിംഗാരത്തോപ്പിൽ ഒരു ഞാലിപ്പൂവമ്പൽ തോട്ടം. കാലത്തും വൈറ്റും തേനുന്ന ആ വാഴത്തോട്ടത്തിൽ ഓയും തേനും വയമ്പും നാവിൽ തൂവും വാനം വാടി. എന്താ ചെയ്യാ, എനിക്ക് അറിയില്ല. ഇത്ര രസമായിട്ട് പാടുന്നു. ഒരു പാട്ടോടെ പാടിത്തരും ചേച്ചി. നിന്നോട് ഞാൻ ചോദിക്കുമല്ലോ, നിന്റെ അടുത്ത് എത്തട്ടടാ. ശ്രീഹരി ഒരു പാട്ടോടെ പാടിത്തരോ? മ്യൂസിക് വേണ്ടേ? മ്യൂസിക് ഇട്.
गलिया सब रंग रलिया पूजली है पार की गलिया बागों की गलिया सब रंग रलिया पूजली है इस परकल के गीत सुनी आए रे तू मेरे सपनों की रानी है पुआए रे तू आए रे तू मस्तानी आए रे तू इधर सुंदर जानी अब आए रे तू जलिया आप जलिया जलिया तू जली मुस्तफा का मुस्तफा का ഓടി വാ. അയ്യോ അയ്യോ മൈക്ക് 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 എന്റെ മൈക്ക് നില്ലേ സമാനപ്പെടെ പകുതി പകുതി പറയാൻ എല്ലാം കൂടെ വലിച്ചേറി എടുക്കില്ല എന്താ സംഭവം എന്തോ എന്റെ മുസ്തഫക്ക ആണോ വയ്യ. ഞാൻ ചോദിക്കട്ടെ ഇത്രയും വേളം നിന്ന് എനിക്ക് മനസ്സമാൻ്റെ അവിടെ കിടന്ന് ഉറങ്ങണ്ടേ എനിക്ക് ഡ്യൂട്ടി ചെയ്യണ്ടേ അവിടെ എനിക്ക് ഡ്യൂട്ടി ചെയ്യാൻ പറ്റത്തില്ല ഈ വേളം ഇല്ല ഞാൻ അങ്ങനെ ദൈവത്തെ കാര്യം മേലെ ഉപദ്രവിക്കില്ലേ ദൈവത്തെ അപ്പൊ നമ്മുടെ ഈ സുന്ദരക്കുട്ടന്റെ പാട്ടൊക്കെ നമ്മൾ കേട്ടു പരിചയപ്പെട്ടു. ഇനി ഭയങ്കര വികൃതി കൊത്തിയുണ്ട്. വന്നപ്പോ മുതൽ ഞാൻ പറയാന്ന് പറഞ്ഞോണ്ടിരിക്ക. എന്നാ ഞാൻ പറയട്ടെ അല്ലേ? മോന്റെ പേരെന്താ? തേജസ്. അയ്യോ ഇപ്പൊ നല്ല കുട്ടിയായല്ലോ. തേജസ് എന്നൊക്കെ ഭയങ്കര അനുസരണയുള്ള കുട്ടിയായിട്ടാണ് പറയുന്നത്. ഏത് ക്ലാസ്സിലാ പഠിക്കണേ? UKG. എന്തൊക്കെയാ പെർഫോം ചെയ്യാൻ പോണേ ഇവിടെ? ഞാൻ ദൃശ്യത്തിൽ ഡാൻസ് കളിക്കും. ഡാൻസ് കളിക്കും? ബ്രഷ് വെച്ച് ഡാൻസ് കളിക്കുന്നു ഡാൻസ് കളിക്കുന്നു. എത്രാം ക്ലാസ്സിലാ പഠിക്കുന്നത്? UKG അല്ലേ? ഞാൻ വിചാരിച്ചു 2-ലാന്നൊക്കെ. മോൻ ഭയങ്കര ക്യൂട്ടാണെന്ന് പറഞ്ഞു. ആരെങ്കിലും നല്ല കവിളൊക്കെ നല്ല നല്ല പ്രഭുവിനെ പോലെ ആനത്തടിയാന്ന് പറഞ്ഞു. ആനത്തടിയെന്ന് ആരാ പറഞ്ഞത്? ആനത്തടിയാന്ന് ആര് പറഞ്ഞു? അച്ചച്ചൻ തന്നെയാണോ? അറ്റത്തുനിന്നുള്ള ആളാണോ പറഞ്ഞത്? അറ്റത്തുനിന്നുള്ളതല്ല അച്ചാച്ചൻ തന്നെയാന്ന് പറഞ്ഞു. ഏറ്റവും ബാക്കിരിക്കുന്ന പിങ്ക് ഷർട്ട് ഇട്ട് അച്ചാച്ചൻ തന്നെയാണ് പറഞ്ഞത്. കട്ടുറുമ്പിലെ ലാലേട്ടൻ അല്ലേ? പറഞ്ഞ ശരിയാ. പറഞ്ഞത് ശരിയാ. എല്ലാരും പറയാറുണ്ട് ലാലേട്ടനെ പോലെ ഉണ്ടെന്ന്. ആ പറയുന്നുണ്ട്. എന്താ ഒരു ബാക്കി വരാനൊരു ഇഷ്ടം? ബാക്കി പറയാത്തത് എന്താ? സ്വയം പൊക്കൽ ഇഷ്ടമല്ലാത്ത ആളാണ്. എന്തായാലും നമ്മുടെ പ്രിയപ്പെട്ട ഈ ലാലേട്ടന്റെ പേരെന്താ? ദേഷ്യത്തിലാണ് പിന്നെ പറഞ്ഞാൽ മതി. ദേഷ്യത്തിലാണ് പിന്നെ തണുത്തിട്ട് പറഞ്ഞാൽ മതി. പേര് പറ. അങ്ങളുടെ അടുത്താണ് ഞാൻ ചോദിച്ചത്. പേരെന്തോ? അങ്ങളുടെ അടുത്താണ് ഞാൻ ചോദിച്ചത്. അയ്യോ അങ്കിൾ എന്ത് കേട്ടാലും കയറി പിടിക്കും. അങ്ങനെ കേസുണ്ട്. അങ്ങനെ ആളിയാ ആ കേസ് പിടിക്കും. ഏ കേസ് പിടിക്കേ? അങ്കിള് കേറി പിടിച്ച് മേടിച്ചു. അങ്കിൾ എല്ലാ കേസിലും പിടിക്കും. ദേഷ്യത്തിലാണ് തണുത്തിട്ട് പേര് പറഞ്ഞ എന്താ പേര്? ദർശിത് ദേവ്. കിടുക്കാൻ പേരാ. ദർശിത് ദേവ് എത്രാം ക്ലാസ്സിലാ പഠിക്കണേ? UKGB. എന്തൊക്കെയാ അവിടെ പെർഫോം ചെയ്യാൻ പോണെന്താ? ഡാൻസും പാട്ടൊക്കെ. സിനിമയിലൊക്കെ ചാൻസ് കിട്ടിയോ മോന്? എല്ലാം ഞാനൊരു മോഹൻലാലിന്റെ സിനിമയില് വിളിച്ചു. ആഹാ അത് വലിയ കാര്യമാണല്ലോ. ഏത് സിനിമ? അറിയത്തില്ല, വിളിച്ചതേ ഉള്ളു. എന്നിട്ട് അച്ഛൻ പറയുന്നു എന്താണ്ടോ ദുൽഖറിന്റെ എന്താണ്ടോ സിനിമയ്ക്കകത്ത്. മോഹൻലാലിന്റെ സിനിമയില് ദുൽഖറിന്റെ സിനിമയിലേക്കാണ് വിളിച്ചത് അല്ലേ? സ്ഥിരമായിട്ട് പാടുന്നൊരു പാട്ടുണ്ടല്ലോ മോന്. എന്റെ അമ്മയുടെ ജിമിക്ക് കമ്മല്. എന്താണ്? ഞാൻ പാടാം. എന്റെ അമ്മയുടെ ജിമിക്ക് കമ്മല് ഓയ് ഓയ്. എന്റെ അച്ഛൻ പണയം വെച്ചു ഓയ് ഓയ്. എന്റെ അമ്മ പൊട്ടിക്കരഞ്ഞു ഓയ് ഓയ്. എന്റെ അച്ഛൻ പൊട്ടിച്ചിരിച്ചു ഓയ് ഓയ്. എന്റെ അമ്മയുടെ ഓടിക്കാറ് എന്റെ അച്ഛൻ ഓടാതാക്കി ഓയ് ഓയ്. എന്റെ അമ്മയുടെ വല്ലമ്മട 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 വല്ലം ഉന്തും തള്ളും ഓയ് ഓയ്. ചവിട്ടും കുത്തും ഓയ് ഓയ്. അടിപൊളി പാട്ടാണല്ലോ. അച്ഛൻ ശരിക്കും അമ്മേന്റെ ജിമിക്ക് പണയം വെച്ചോ? അമ്മേന്റെ ജിമിക്ക് പണയം വെച്ചോ? ആ പണയം വെക്കുമ്പോ ആലോചിക്കണം. പിള്ളേർ ഇതുപോലെ വിളിച്ചു പറയൂ. പണയം വെക്കുന്ന ഇനിയല്ല, ഇനിയാ പണയം വെക്കുന്നത്. ഇനിയാ പണയം വെക്കാൻ പോകുന്നത്. ഇനി പണയം വെക്കാൻ പോകുന്നേ ഉള്ളൂ. അപ്പൊ ഓടിക്കാറാ
കൊടുക്കാറ് നേരത്തെ പണം വെച്ചാ ഒറ്റ ഡേറ്റ് ഒന്നല്ല. എന്നെയാ എങ്കി അതൊന്നും കണ്ടിട്ടുള്ള കേസ് എന്നെ ഇടിക്കുവാ എന്നെ ഞങ്ങള് മുട്ടായി മേടിച്ചാൽ ഇരിക്കല്ലേ എന്തൊരു കട്ട ഒന്ന് പറയടാ ഇത്. ഓക്കെ റെഡിയായില്ല. അപ്പൊ ഇനി അടങ്ങി ഇന്നോണം ഇതുപോലെ. നമ്മളെ കട്ടുറുമ്പിലെ കൂടുകൂടെ ചിരിപ്പിക്കുന്ന ആളാണ് ഇയാള്. രണ്ടുപേരുണ്ട്, ഞങ്ങൾ രണ്ടുപേരുണ്ട്. ഭയങ്കര പാവം കുട്ടികളാട്ടോ. ഇവര് കൊട്ടിപ്പാടും. ആണോ? മോന്റെ പേര് ആദ്യം പറ. എവിൻ. ആ, രണ്ടുപേരും എവിടുന്നാ വരണേ? കോട്ടയത്ത് നിന്നാണോ? ഞാൻ വന്നപ്പോഴേ ശ്രദ്ധിക്കുകയാണ്, ഇങ്ങനെ ഭയങ്കര പാവം കുട്ടികളാണ്. ഒരുമിച്ചേ ഇരിക്കുന്നുള്ളൂ, ഒരുമിച്ചേ നടക്കുന്നുള്ളൂ, ഭയങ്കര ഒത്തൊരുമയാണ്. എത്രയല്ല പഠിക്കണേ? 3-ലാണോ പഠിക്കണേ? ടീച്ചേഴ്സ് ഒക്കെ ഇത് പ്രോഗ്രാം കണ്ടിട്ട് എന്താ പറയണേ നിങ്ങളടുത്ത്? നല്ലാന്ന് പറയാം. മോന്റെ പേരെന്താ? മോന്റെ പേര് പറ. ആൽഫി എത്രയല്ല പഠിക്കണേ? ആൽഫി എന്താ പാട്ട് പാടോ, ഡാൻസ് ചെയ്യോ, ഡാൻസ് ചെയ്യോ, എന്താ ചെയ്യാ? പാട്ട് പാടോ? പാട്ട് പാടും. രണ്ട് പാട്ട് പാടാനുണ്ട്. 2 പാട്ട് പാടാനുണ്ടോ? നമുക്ക് ഈ മോനെയും കൂടെ പരിചയപ്പെട്ടിട്ട് പാട്ട് പാടിയാലോ? എന്നാ മോള് പറ. മോളുടെ പേരെന്താ? നിവേദിത കുട്ടിയാണ്. എവിടെയാ? നാട് എവിടെയാ? എരിനാകുളം. അയ്യോ, ഇനി അടുത്ത ആളെ പരിചയപ്പെടാം. മോന്റെ പേര് നല്ല കോട്ടൊക്കെ ഇട്ട് വന്നിരിക്കുകയാണ്. നല്ല സിനിമാ നടനാണ്. സിനിമാ നടൻ അല്ലേ? ആ, സിനിമാ നടനാണ്. മോന്റെ പേര് പറ. കാശിനാഥൻ. നല്ല പേരാണ്. നമ്മള് ലാലേട്ടനൊക്കെ പടത്തിൽ അധികം ഇടുന്ന പേരാണ് കാശിനാഥൻ. കാശിനാഥന്റെ നാട് ഏതാ? തേവര. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് ദർശിക്കിന്റെ ലക്ഷ്മിന്റെ ഒരു ഡാൻസ് ഉണ്ടല്ലോ, കാണാം. അപ്പൊ അതെ, ഈ ഡാൻസ് കാണണമെങ്കിൽ ഇത് എല്ലാരും കൂടെ ഇന്നാ ശരിയാവത്തില്ല. അല്ല, അവർ രണ്ടുപേരും ഡാൻസ് കളിച്ചോട്ടെ. അത് തന്നെ അവരുടെ ഡാൻസ്. ഇതിനകത്ത് ഈ ബഹളം ഉണ്ടാക്കി നേരത്തെ ഞാൻ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അവരെ അത്രയും പേര് ആ ഗസ്റ്റ് അവിടെ കൊണ്ടുവരുന്നു. കുതിക്കും മാണിക്ക ചെമ്പഴുക്ക കുതിക്കും മാണിക്ക ചെമ്പഴുക്ക കുതിക്കും മാണിക്ക ചെമ്പഴുക്ക. ഇതിപ്പോ നിങ്ങൾ രണ്ടുപേരും പഠിപ്പിച്ചിട്ട് നിങ്ങൾ കളിച്ചതാന്ന് മനസ്സിലായി. എന്തായാലും നന്നായിട്ടില്ലേ? അസലായിട്ടില്ലേ? നമ്മളിവിടെ ഒരു പാട്ടിട്ട് തരും, നീ ഡാൻസ് ചെയ്യോ? അത് നമ്മളൊരു പാട്ടിട്ട് തരും, നീ ഡാൻസ് ചെയ്യോ? മതി. ടയേർഡായി, നമ്മുടെ സ്റ്റാറിന് ടയേർഡായി. എന്ത് പറ്റി? പിന്നെന്താ? അപ്പൊ നമുക്ക് എന്തായാലും നല്ല അടിപൊളി ഡാൻസ് ആയിരുന്നു. ഇനി നമുക്ക് നല്ല അടിപൊളി ഡബ് സ്മാഷ് ഉണ്ടല്ലോ. തീർച്ചയായിട്ടും. എന്നാ നിങ്ങൾ രണ്ടുപേരും നമ്മുടെ ഗസ്റ്റ് സീറ്റിലേക്ക് പോയി ഇരിക്കുക. എന്നിട്ട് ഡബ് സ്മാഷ് ചെയ്യാനുള്ള താരങ്ങളെല്ലാം ഇങ്ങോട്ട് വരിക. നമസ്തേ. വരുന്ന വഴിയാണോ? അല്ല, പോകുന്ന വഴിയാ. എന്താണ് അതിന്റെ ഉദ്ദേശം? പോടാ. പെട്രോൾ ടാങ്കിനടുത്ത് തീപ്പെട്ടുമായിട്ട് വരുന്നോടാ റാസ്കൽ. നിന്നെ കണ്ടിട്ട് കുറെ നാളായല്ലോ. ഒന്ന് കറങ്ങി മദ്രാസ്, ബാംഗ്ലൂർ, ബോംബെ, കൽപ്പാത്തി, ആലപ്പുഴ, ചാകര, തൃശൂർ, കൊയിലാണ്ടി, സുൽത്താൻ ബത്തേരി, അങ്ങനെ തിരക്കിട്ടൊരു ടൂർ പരിപാടി. ഞാനും ടാറ്റയും ബിസിനസ്മാൻമാരായി പോയില്ലേ. എന്ത് ചെയ്യാം? ഒരു ഗ്ലാസ് പ്യാലെടുക്കൂ. മിൽക്ക്. ഇത് പഴങ്കഞ്ഞിയാലോ?
നിന്റെ പോലീസ് കുടിച്ചെന്നാ തല്ലിയെന്നൊക്കെ കേട്ടല്ലോ ശരി തന്നെ. പോലീസോ? ദേ ആർ മൈ ഫ്രണ്ട്സ്. പിന്നെ അവിടെ അന്തസ്സുള്ളവരുടെ തന്തയ്ക്ക് വിളിക്കുന്നവന്മാരും ഉണ്ട്, ആ നുണക്കുറുപ്പിനെ പോലുള്ളവർ. അറിയില്ലേ? ഇല്ല. നമ്മുടെ രാമനാരായണ പിന്നെയും വഴക്കായിരുന്നു. പിന്നെയും മേലി വിളിച്ചോ? പൊളിച്ചടുക്കി. ഇതൊക്കെ ആ കുറുപ്പിന്റെ പണിയാണെന്നാണ് എനിക്ക് തോന്നുന്നു. SIയുടെ ഗമയല്ലേ, ഒരിക്കൽ ഉത്സവ പറമ്പി വെച്ച് ഒന്നുടക്കിയതാ. ഇപ്പൊ ഞാനുമായിട്ട് അത്ര രസത്തിലല്ല. വിഷോ പെണ്ണെ പാലൊന്നു തായോ, പാലത്തിൽ കൂടെ പാഞ്ഞൊന്നു വായോ. എങ്ങനെയുണ്ട് എന്റെ പാപ്പാ പ്രാസം? നിങ്ങൾ ഇത്രയും കഴിവുള്ളതാണെന്ന് ഞാൻ വിചാരിച്ചു. ആർക്കും എന്നെ തടുക്കാനാവില്ല. പാൽക്കാരി പെണ്ണെ പാലൊന്നു തായോ, പാലത്തിൽ കൂടെ പാഞ്ഞൊന്നു വായോ. പാൽക്കാരി പെണ്ണെ പാലൊന്നു തായോ, പാലത്തിൽ കൂടെ പാഞ്ഞൊന്നു വായോ. മണ്ണിന്റെ മണമുള്ള കവിതകളാണ് എന്റേത്. അകത്ത് എഴുതിയിട്ട് കുഴിച്ചിടും. അടിപൊളി, എന്താ പറയണ്ടേ? കെട്ടിപ്പിടിക്കട്ടെ. ഇനി ഉമ്മകൾ വാങ്ങാന് വേറെ രണ്ടുപേരാ ഉണ്ടല്ലോ, എവിടെ പോയി? തേജസേ, എങ്ങനെ ഉണ്ടായിരുന്നു മോന്റെ പെർഫോമൻസ്? മോന്റെ സ്വന്തം എന്താ തോന്നുന്നത്? എനിക്ക് സ്വന്തം കണ്ടിട്ട് എനിക്ക് സന്തോഷമുണ്ട്. സന്തോഷമുണ്ട്. അടിപൊളിയായിട്ട് ചെയ്തില്ലേ? കലക്കി. മുത്ത് മുത്തായിട്ട് ചെയ്തു. എവിടെ ആൽഫി കുട്ടൻ എവിടെ? സൂരജ്. ഞാൻ ആൽഫി എവിടെന്ന് വെച്ചപ്പോ സൂരജ് ഇടയിൽ കയറി വരാ. അല്ല നമ്മുടെ എവിന്റെ ബ്രദർ കെവിൻ എവിടെ? എവിടെ പോയി കെവിൻ? വാ ഓടി വാ കെവിൻ. ഇനി നിങ്ങൾ എല്ലാരും ഇനി അവിടെ ഗസ്റ്റ് സീറ്റിൽ പോയിരിക്കുക കേട്ടോ. നിങ്ങളെല്ലാരും. അല്ല, ഇവർ രണ്ടുപേർക്ക് പെർഫോം ചെയ്യാൻ ഒരു പ്രോപ്പർട്ടി വേണമെന്ന് ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നു. എന്താ പ്രോപ്പർട്ടി വേണ്ടേ? ഒരു ഡെസ്ക് വേണം. പിന്നെ എന്തൊക്കെയാ വേണ്ട? എന്തൊക്കെയാ വേണ്ട? എന്താ കിട്ടിയോ? വേറെ ഒരു സാധനം. പൈസ കിട്ടി. പിന്നെന്താ വേണ്ടേ? വേറെന്താ? ഒന്നും വേണ്ട. ഡെസ്ക്, പൈസ. ടേബിൾ വേണോ? അപ്പൊ മുസ്തഫാക്ക ഒരു ടേബിൾ കൊണ്ടുതരോ? ടേബിൾ വേണോ? വലിയ ടേബിൾ വേണോ ചെറിയ ടേബിൾ വേണോ? ഉള്ള ടേബിൾ എടുത്തു വാ മുസ്തഫാക്ക. ആഹാ, എത്തിയല്ലോ മുസ്തഫാക്ക. ഇത്ര കറക്റ്റ് ആയിട്ട് ആദ്യമായിട്ടാണ് മുസ്തഫാക്ക ഒരു കാര്യം ചെയ്യുന്നത്. അത് നമ്മുടെ പിള്ളേര് പറയണം, അല്ലാതെ ചുമ്മാ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. പൊന്നെ പിണങ്ങല്ലേ, എന്തേ കുറ്റം ചെയ്തു ഞാൻ. പൊന്നെ പിണങ്ങല്ലേ, എന്തേ കുറ്റം ചെയ്തു ഞാൻ. എന്തിനു പെണ്ണെ നിനക്കെന്ത് പിണക്കം, നീ എന്റെ കനവാ. അവന്റെ മാറിൽ മയക്കം കൊള്ളുമ്പോൾ നീ എന്റെ കനവാ. വലന്റെ മടിയിൽ മിഴി തുറന്നാൽ യാവത്തുമായിരിക്കും നിന്റെ രൂപം മുന്നിൽ. മൊത്തത്തിൽ പറഞ്ഞാൽ നീ എൻ്റെ നിഴലും വെളിച്ചമെന്നിൽ തൂവുന്ന വിളക്കെ. മുത്തേ പൊന്നെ പിണങ്ങല്ലേ, എന്തേ കുറ്റം ചെയ്തു ഞാൻ. താനെ തന്നെ തന്നാനെ തന്നെ, താനെ തന്നെ തന്നാനെ തന്നെ. നക്കില പ്രാക്കുകളെ കേണോ, വാങ്ങണ വീക്കിനു മോങ്ങേണോ. ചിരികൾ നീതവാദിനൊത്ത് വിധിയസ്തു ഈ ഭൂവാകെ. നക്കില പ്രാക്കുകളെ കേണോ, വാങ്ങണ വീക്കിനു മോങ്ങേണോ. ചിരികൾ നീതവാദിനൊത്ത് വിധിയസ്തു ഈ ഭൂവാകെ. എന്റെ പൊന്നളിയ നിന്നോടല്ലേ പറഞ്ഞേ, കാലം കെട്ടുപോയി, കാലം കെട്ടുപോയി, ഭാഗ്യരേഖ തേഞ്ഞു മാഞ്ഞുപോയി. കാലം കെട്ടുപോയി, കാലം കെട്ടുപോയി, ഭാഗ്യരേഖ തേഞ്ഞു മാഞ്ഞുപോ.
അലുവച്ച ഭൂമിയും കൊരിഞ്ഞതാന്നു പോയി. കണ്ടിരുന്നതൊക്കെ ഇന്ന് മല്ല മാഞ്ഞു മാഞ്ഞു പോയി. വിരിഞ്ഞ പൂമരം കൊരിഞ്ഞതാന്നു പോയി. എടുത്തു വച്ചതിന്ന് മല്ല താഴെ വീണു പോയി. കാലം കെട്ടുപോയി, കോലം കെട്ടുപോയി, ഭാഗ്യരേഖ തേഞ്ഞു മാഞ്ഞുപോയി. കാലം കെട്ടുപോയി, കോലം കെട്ടുപോയി, ഭാഗ്യരേഖ തേഞ്ഞു മാഞ്ഞുപോയി. അടിപൊളി. അല്ല നല്ല അടിപൊളി പെർഫോമൻസാ കണ്ടോണ്ടിരിക്കുന്നത്. നമ്മുടെ പിള്ളേരെ എന്റെ പിള്ളേരല്ലേ, പിന്നെ എങ്ങനെ? മനസ്സിലായില്ല. ഞാൻ കൊണ്ടുവന്ന പിള്ളേരല്ലേന്ന്. അതുകൊണ്ടാ നിന്നെ പഞ്ഞിക്കിടുന്നവരല്ലേ? അല്ല എനിക്കെന്താ അറിയാം, ഈ പിള്ളേർ ഇത്രയും ബഹളമാണെങ്കിലും എനിക്ക് ഇഷ്ടമുണ്ട്. കാരണം ഈ പിള്ളേർക്ക് ഈ ബഹളമൊക്കെ കാണുമ്പോഴത്തേനെ എനിക്കിനി പണ്ടത്തെ പോലെ ഈ കുട്ടിക്കാലത്തേക്ക് തിരിച്ചു പോകാനായിട്ട് എനിക്ക് കൊതി വന്നു പോകുന്നുണ്ട്. അയ്യോ, പണിയെടുക്കാൻ പറ്റില്ലെങ്കിൽ അത് പറഞ്ഞാ പോരെ. അതെന്താ പണിയെടുക്കാൻ ഇപ്പൊ എന്താ കുഞ്ഞുനാളിൽ എന്താ പണിയെടുക്കാൻ ബുദ്ധിമുട്ട്? ഇതാ പറഞ്ഞാ പിള്ളേരാകുമ്പോ കുറച്ചൊക്കെ അനുസരണ വേണം. അതായത് മൂത്തവരെ ബഹുമാനിക്കാൻ പഠിക്കണം. എന്നോടല്ല അവരോട് പറഞ്ഞു. അല്ല അവരോടല്ല, അവരോട്. അപ്പൊ ഞാൻ പറഞ്ഞ അവര് കേൾക്കും. നിന്നോടാ ഞാൻ പറഞ്ഞു. എന്തിനെങ്ങനെ വഴക്കുണ്ടാക്കണേ? നിങ്ങൾക്ക് രണ്ടുപേർക്കും നല്ല സന്തോഷിക്കാൻ മറ്റൊരു വക ഞാൻ കണ്ടെത്തിയിട്ടുണ്ട്. ഒരു നല്ല പാട്ടായാലോ? കിടക്കും അവിടെ കണ്ടോ, ഒരു പ്രണയ തരുണീമണിയും ഒരു തരുണി മണനും കൂടെ ഒരുമിച്ചിരിക്കുന്നത്. അതാ ഷൂ എടുത്തോണ്ടിരിക്കുന്നവൻ. ആൽഫിക്കുട്ടാ, മോനെ ആൽഫി, ഓടി വന്നേ, ഓടി വാ. ആൽഫിക്കുട്ടൻ പാട്ട് പാടുവോ? ഏത് പാട്ട് പാടിത്തരും? മിന്നാമിനുങ്ങേ. നമുക്ക് മിന്നാമിനുങ്ങേ കേട്ടാലോ? മിന്നാമിനുങ്ങേ, മിന്നും മിനുങ്ങേ, എങ്ങോട്ടാണ് തിടുക്കം? നീ തനിച്ചല്ലേ, പേടിയാവില്ലേ, കൂട്ടിനു ഞാനും വന്നോട്ടെ. മിന്നാമിനുങ്ങേ, മിന്നും മിനുങ്ങേ, എങ്ങോട്ടാണ് തിടുക്കം? നീ തനിച്ചല്ലേ, പേടിയാവില്ലേ, കൂട്ടിനു ഞാനും വന്നോട്ടെ. മിന്നാമിനുങ്ങേ. പോകരുതേ നീ നാടിന്റെ വെട്ടം കളയരുതേ. മഴയത്തും വെയിലത്തും പോകരുതേ നീ നാടിന്റെ വെട്ടം കളയരുതേ. പറ്റീന കൂടെ നടന്നപ്പോ, നിഴലുകൾ പറ്റീന കൂടെ നടന്നപ്പോ, നീ തന്ന കുഞ്ഞു തുറന്നു വെട്ടം. മിന്നാമിനുങ്ങേ, മിന്നും മിനുങ്ങേ, എങ്ങോട്ടാണ് തിടുക്കം? നീ തനിച്ചല്ലേ, പേടിയാവില്ലേ, കൂട്ടിനു ഞാനും വന്നോട്ടെ. മിന്നാമിനുങ്ങേ. പാട്ട് പഠിപ്പിച്ചെന്ന പാടാൻ മമ്മി. മമ്മിയാണ് പഠിപ്പിച്ചെന്നെ. മമ്മി താങ്ക്സ് പറ. മമ്മി താങ്ക് യു. താങ്ക് യു. വെൽക്കം പറ. എന്താ മമ്മി വെൽക്കം പറയാത്ത? മമ്മി വെൽക്കം പറഞ്ഞു കേട്ടോ. അതെ, അവിടെ ഒരാളിരുന്നിട്ട് ഭയങ്കര ക്ലാപ്പും ഭയങ്കര ഉത്തേജനം, ഭയങ്കര എൻകറേജ്മെന്റ്. അതാരാ? ഇങ്ങനെയൊക്കെ കാണിക്കുന്നത്? വാ അങ്ങോട്ട് വാ, വാ വാ, ഓടി വാ. അതെ, ഞാൻ വന്നപ്പോ തൊട്ട് ശ്രദ്ധിക്കുന്ന ഒരു കാര്യമാണ്, ഇവര് രണ്ടുപേരും ഭയങ്കരമായിട്ട് ഇതാ ഇങ്ങനെ ഇങ്ങനെ ഒക്കെ ഇരിക്കുന്നു. എങ്ങനെ? അങ്ങനെയല്ലേ? അല്ല അവരത് വേറെ ഞങ്ങള് മേഘത്തിൽ ചെയ്ത, ഞാൻ ശ്രീനിവാസനായിട്ട്. മേഘത്തില് സ്കിറ്റിൽ ചെയ്തയാ. ആണോ? ശ്രീനിവാസനായിട്ടാ? ഞാൻ. അല്ല, പക്ഷെ ഞാൻ മുത്തം വെക്കുന്ന സ്കിറ്റ് ഒന്നും കേട്ടിട്ടില്ലല്ലോ. മുത്തം വെക്കുന്ന സ്കിറ്റ് എന്തിനാ കളിച്ച്? സതീശങ്കളാണ് ഈ പ്രശ്നക്കാരൻ. ശരി, നിങ്ങൾക്ക് രണ്ടുപേർക്കും ഏറ്റവും ഇഷ്ടപ്പെട്ട സിനിമാ താരം ആരാണ്? പറ. മോഹൻലാലിനാണ് ഏറ്റവും ഇഷ്ടം. അപ്പൊ മോഹൻലാൽ, നമ്മുടെ പ്രിയപ്പെട്ട ലാലേട്ടനെ കണ്ടു കഴിഞ്ഞാ മോൻ എന്താ ചെയ്യാ? എന്താ ചെയ്യാൻ മോനെ? ആഹാ, കാണിച്ചു തരുമോ?
എന്നാ നമുക്കൊന്ന് കാണിച്ചു തരാം. നാട്ടിലൊന്ന് കാണിച്ചു തന്നെ. ദാ, അങ്ങനെ, അങ്ങനെ. എല്ലാരും കാണണ്ട്. എല്ലാരും കാണട്ടെ. എല്ലാരും അവിടെ കാണിച്ചു, അങ്ങോട്ട് കാണിച്ചു. ആ, അടിപൊളി. മതി മതി മതി, ഇനി വീണു. മോക്ക് ആരെയാണ് ഇഷ്ടം? വിജയ്. വിജയ്. ആ. ആഹാ. അപ്പൊ വിജയുടെ നായികയായിട്ട് അഭിനയിക്കാൻ വിളിച്ചാ പോവോ? നാണം വന്നു. അയ്യടാ, അയ്യടാ കുട്ടാ. നാണം വന്നു. നാണം വന്നു. എനിക്കില്ലേ ഞാൻ കുഞ്ഞായോണ്ട് വിജയ് വില്ലതല്ലേ, ആ അതുകൊണ്ട് വിളിക്കാൻ പറ്റില്ല. അതിന് അന്തണ്ട്, നിങ്ങളെ മാരിയല്ല. ആ എന്തായാലും നമുക്ക് ഒരു വിജയ് പാട്ട് വെക്കാം. എന്നിട്ട് നായകൻ നമ്മുടെ സൂരജാണ് തൽക്കാലം, വിജയ് ആ, സൂരജ്. വിജയ്. നായിക നമ്മുടെ നിവേദിത. ആ. തൽക്കാലം കീർത്തി സുരേഷ് ആയിക്കോ. പിന്നെ? നായകിയാണ്. നായിക ഇവൻ ആ, മതിയെന്ന്. സൂരജ് പോടാ. പോടാ, നിന്നെ പോരടാ, നമ്മുടെ ചെറുക്കൻ തന്നെ. ആ, സൂരജ് ഔട്ട് പാവം അവിടെ. ഞാൻ വിജയുടെ പാട്ടിന് ഡാൻസ് കളിക്കും. ഡാൻസ് കളിക്കും. എന്നാ അവരായി അവരെ പാടായി, നമ്മളില്ലേ. டெர 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 பைட்டா காதல் இருக்கு, நீயோ பிட்டு பிட்டா பைட்டு பண்ணா ஏறுங்க இருக்கு. டெர 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 பைட்டா காதல் இருக்கு, நீயோ பிட்டு பிட்டா பைட்டு பண்ணா ஏறுங்க இருக்கு. இன்ஸ்டாகிராமத்துல வாடி வாழலாம், நாம வாழும் நிமிஷத்தெல்லாம் சுட்டு தள்ளலாம். நானும் நீ சேரும் போது தாறு மாறுதான், ஃபேஸ்புக்கில் பிச்சு கிடும் லைக் ஷேர் தான். Let's take a selfie pulla, give me a selfie pulla, give me a let's take a selfie pulla, give me a selfie pulla, give me a let's take a selfie pulla, selfie pulla, selfie pulla, selfie pulla. എന്തായാലും ആക്ടിക്കുട്ടൻ നിവേദിത മോള് നല്ല രസമായിട്ട് ഡാൻസ് കളിച്ചു അല്ലേ? അപ്പൊ ഈ രണ്ട് കുഞ്ഞുവാവളും അവിടെ സീറ്റിൽ പോയിരിക്കാട്ടോ. എല്ലാവർക്കും ഓഡിയൻസിന് എല്ലാവർക്കും ഉമ്മ കൊടുക്ക്. ഉമ്മ. ഓക്കേ, ടാറ്റാ. എന്തായാലും അടുത്തൊരു പുലിക്കുട്ടനെ വിളിക്കാണ്. കാശിനാഥാ, എന്താണ് കാശിനാഥ് ഞങ്ങൾക്ക് വേണ്ടി പെർഫോം ചെയ്യാൻ പോണത്? ഡാൻസ്. ഡാൻസോ? അപ്പൊ ഡാൻസ് കണ്ടിട്ട് ബാക്കി സംസാരം. പിന്നെ ഡാൻസ് സൂപ്പർ അല്ലേ? അപ്പൊ ഡാൻസ് കണ്ടിട്ട് നമുക്ക് ബാക്കി സംസാരിച്ചാൽ മതി. പിന്നല്ല. അപ്പൊ ഡാൻസ് കാണാം. ഡാൻസ് ആണോ? ऐसी क्या चली हवा कि ले गई मेरी सांसों को मुझसे दूर तेरे पास, और मुझे हुआ ऐसा तू 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 मेरी भी मैं तेरा होने लगा, मैं तेरा तू मेरी भी होने लगी. कैसे ये हुआ मगर न है मुझे न तुझको कोई खबर, पर ये दिल कब से है कहने लगा तू 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 मेरी भी मैं तेरा होने लगा, मैं तेरा तू मेरी भी होने लगी. न जानू मैं न जाने तू हुआ ये जादू कैसे, जो मेरा था वो खो गया, जो तेरा मिल गया हो जैसे. इस दिल ने जब जाना के बस तू 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 मेरी भी मैं तेरा होने लगा, मैं तेरा तू मेरी होने लगी. നല്ല രസമായിട്ട് ഡാൻസ് കളിക്കുന്നു വിചാരിച്ചില്ല. എന്ത് രസമായിട്ട്. അടിപൊളി. ഇത് ആരെ പഠിപ്പിച്ചെന്ന്? പ്രതീഷ് പള്ളുരുത്തി മാഷ്. പ്രതീഷ് പള്ളുരുത്തി മാഷ്. മോന് വലുതായിട്ട് ആരാവാനാണ് ആഗ്രഹം? ഫിലിം സ്റ്റാർ. ഫിലിം സ്റ്റാർ. അടിപൊളി. ഏത് നടനെ പോലെ ആവണം?
മോഹൻലാലിനെ പോലെ. ലാലേട്ടനെ പോലെ ആണോ? ലാലേട്ടന് ഏത് പടം ഏറ്റവും കൂടുതൽ ഇഷ്ടം? നരസിംഹം. നരസിംഹം. ഒക്കെ മാസാണ്. തമിഴിൽ ആരെ ഇഷ്ടം മോന്? അജിത്ത്, വിക്രം, വിജയ്. മാസ് ഹീറോസിനെയാണ് മോൻ എപ്പോഴും ഇഷ്ടം. പിന്നെ സൂര്യ. എന്തായാലും കാശ്നാഥിന് നല്ല കിടിലം പെർഫോമൻസ് ആയിരുന്നു. അപ്പൊ കാശ്നാഥൻ നമ്മളെ ഗസീറ്റിലിരുത്താം. ബാക്കി കുട്ടി കുറുമ്പന്മാരുടെ കൂടെ പോയിരിക്കാ. ടാറ്റാ. ഇനി നമുക്കൊരു പാട്ടും കൂടെ ആയാലോ? ഒരു പാട്ടോടെ കേൾക്കാം. പാട്ട് പാടാൻ ആരെ വിളിക്കണ്ടേ? നമുക്ക് നമ്മുടെ ശ്രീഹരിക്കുട്ടനെ വിളിക്കാം. ശ്രീഹരി ഓടി വാ. കുട്ടൻ ഓടി വന്നല്ലോ. ഭയങ്കര സ്റ്റൈലിഷ് ആയിട്ടോ അവൻ വരിക. അവന്റെ കോസ്റ്റ്യൂം. അയ്യോടാ, എന്താ ഒരു സ്റ്റൈല്. സിനിമയിൽ പാട്ട് പാടാൻ വിളിച്ചാ പോവോ? നമുക്ക് വേണ്ടി ഒരു പാട്ട് പാടി തരുമോ? ഏത് പാട്ടാ? അരികിൽ. എന്നാ പിന്നെ അരികിൽ നമുക്ക് കേൾക്കാം. നീരുണ്ടായി ഉണ്ടെങ്കിൽ നീരുണ്ടായി ഉണ്ടെങ്കിൽ എന്നു ഞാൻ ഒരു മാത്ര വീരുടെ നിനച്ചുപോയി. ഒരു മാത്ര വീരുടെ നിനച്ചുപോയി. അരികിൽ നീരുണ്ടായി ഉണ്ടെങ്കിൽ എന്നു ഞാൻ ഒരു മാത്ര വീരുടെ നിനച്ചുപോയി. ഒരു മാത്ര വീരുടെ നിനച്ചുപോയി. മര പേരു തോന്നീരം മര പേരു തോന്നീരം ഈ കാട്ടി എൽച്ചാട്ട് നന്നനിരം ഇത്തിത്തു വീരും നീ തുള്ളിക സംഗീതം തണ്ടികളി പരന്ന നിരം കാരണിരായൊരു പസിയന്റാലക പാടിയന്റാരി ഇരച്ചരീരം പാടിയന്റാരി ഇരച്ചരീരം ഒരു മാത്ര പെരുടെ നിന്നച്ചു പോയി. അരികിൽ നീരുണ്ടായി ഉണ്ടെങ്കിൽ എന്നു ഞാൻ ഒരു മാത്ര വീരുടെ നിനച്ചുപോയി. ഒരു മാത്ര വീരുടെ നിനച്ചുപോയി. അടിപൊളി. അത് തന്നെ നീ കണ്ടുപിടിക്കണം. നിന്നെ പോലുള്ള പിള്ളേരെ പാടണു. ഇത്ര ടൈമിംഗ് ഒക്കെ എന്ത് രസമായിട്ടാ. വ്യക്തി ഇവിടെ പക്ഷെ വേറെ ദിവസം യവനും ഉണ്ട് ടൈമിങ് കുരുത്തക്കേട് കാണിക്കും. എന്തായാലും ഈ മോനെ ഒരു മാത്ര വെറുതെ നനച്ചു പോയി എന്നൊക്കെ പറയുമ്പോ ആർക്കാണെങ്കിലും കാണാൻ തോന്നൂല്ലോ അല്ലേ? ആർക്കും കാണാൻ തോന്നുക? എന്റെ ഫ്രണ്ടിന്. ആരെ ഫ്രണ്ടിന്റെ പേര് പറ? വാസുദേവൻ. അനിൽ വാസുദേവൻ. അപ്പൊ പിന്നെ തോമസ്. തോമസിനൊരു ഹായ് പറ. തോമസ് ഇവിടെ ഇല്ല. ഇവിടെ ഹായ് പറഞ്ഞോ കണ്ടോളും. ഹായ് പറ ടിവിയില്. അപ്പൊ എല്ലാരും കാണും. സ്കൂളിലുണ്ട്. ഹായ് തോമസ് പറ. ഹായ് തോമസ്. അപ്പൊ തോമസ് കുട്ടിന്റെ ഫ്രണ്ട് വിട്ടോടാ. ടാറ്റാ. ഓക്കെ. അപ്പൊ ഗസീറ്റിൽ വാവ പോയിരിക്കും കേട്ടോ. ഐസ്ക്രീം ചേട്ടൻ
ചേട്ടൻ. അല്ല ഇവിടെ കുറച്ച് പിള്ളേരെ കണ്ടിട്ടല്ലേ ഞാൻ വന്നത്. ദാ, പിള്ളേർ അവിടെ ദാ അവിടെ ഇരിക്കുന്ന, ദാ. എന്ത് ചെയ്യും, എന്റെ കച്ചവടം കംപ്ലീറ്റ് പോയില്ലേ. അവിടെ ഇരിപ്പുണ്ടെന്ന് നമ്മുടെ കയ്യിൽ ഇവിടെ ഇരിക്കുന്നുണ്ട്. ചൂട് ഐസ്ക്രീം, ചൂട് ഐസ്ക്രീം, ചൂട് ഐസ്ക്രീം, ചൂട് ഐസ്ക്രീം, ചൂട് ഐസ്ക്രീം. നിർത്തിക്ക്, ഇത് എന്തൊരു പറച്ചിലാണ് ഇത്? എല്ലാരും തണുപ്പ് ഐസ്ക്രീം എന്നും പറഞ്ഞല്ലേ വിളിച്ചു പറയുന്നത്, തമിഴ് ചൂട് ഐസ്ക്രീം എന്നും പറഞ്ഞു പറയുന്നത്. ഒന്ന് പൊരിപ്പിക്കാൻ വേണ്ടിയില്ലേ. ഒന്ന് ഉറക്കം നല്ലോണം ഒന്നും ഉറങ്ങിയില്ല, അതുകൊണ്ടൊന്ന് ഐസ്ക്രീം കഴിക്കാൻ വന്നതാ. ഐസ്ക്രീം തരും കേട്ടോ. അതാണ് അതാണ് കേട്ടോ ഐസ്ക്രീം. ഞാൻ വന്നു കഴിഞ്ഞാൽ പിന്നെ ഐസ്ക്രീം ഇവിടെ കറക്റ്റ് നമുക്ക് പൈസ കൊണ്ടല്ലോ. ചേട്ടാ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, ചേട്ടൻ ഇങ്ങനെ ഈ സൈക്കിളിലൊക്കെ കൊണ്ട് നടന്ന് വിൽക്കേണ്ട വല്ല ആവശ്യമുണ്ടോ? ഇപ്പൊ ഓൺലൈൻ മാർക്കറ്റിംഗ് ഒക്കെ നടക്കുന്ന സമയല്ലേ, ഇപ്പൊ കണ്ടില്ലേ നമ്മളെ ചുരിദാറ്, നമ്മളെ ഈ ഷൂ ഒക്കെ ഓൺലൈനിലാ വാങ്ങിക്കണേ. അപ്പൊ ഒരു മാറ്റവും ഇല്ല. ചേട്ടൻ എന്താ അന്ന് അല്ല, ഞാൻ ഈ കഴിഞ്ഞ ആഴ്ച ഞാൻ ഇതുപോലെ ഒരു ഓൺലൈനില് 2 ഐസ്ക്രീം ഒരു ബാങ്കിലെ ഉദ്യോഗസ്ഥന് കൊടുത്തു. ഒരാഴ്ച കഴിഞ്ഞ് എനിക്കൊരു കോളും കൊണ്ടുവരും. എന്തൊന്നും പറഞ്ഞു? എന്താ കോള് വന്നേ? ഒരേ അളവിലുള്ള 2 കമ്പ് എന്തിനു പൊതിഞ്ഞു വിട്ടേന്ന്. അത് പിന്നെ കറക്റ്റ് അല്ല, ഒരളവിലുള്ള 2 കമ്പത്ര ഞാനറിഞ്ഞ ഈ ഐസ് കംപ്ലീറ്റ് ഒലിച്ചു പോകുന്നു. ഇതിപ്പോ അവിടെ ചെന്നപ്പോ കമ്മങ്ങനെ കിട്ടി അങ്ങനെ ഭാഗ്യം. അയ്യോ, നിങ്ങളാരും ബഹളം ഉണ്ടാക്കല്ലേ കുട്ടികളെ. നിങ്ങൾ എന്തിനാ ഇങ്ങനെ ബഹളം ഉണ്ടാക്കുന്നത്? അച്ചടക്കത്തോടൊക്കെ ഇരുന്നാലേ നമ്മുടെ ഭാവി ഇന്ത്യക്ക് നല്ലൊരു പേരുണ്ടാവുള്ളൂ. അതെ ഇപ്പോഴത്തെ ഇന്ത്യക്ക് വല്ല പ്രശ്നം വല്ല ഉണ്ടാ? അല്ല, പൈസ ഒരു അല്പ പ്രശ്നം അയ്യോ ഞാൻ അങ്ങനെയല്ല, പിന്നെ ഞാനങ്ങനെ ഒരു ഇത് പറഞ്ഞതാണ്. സാഹിത്യം ഈ കൂടുതൽ കച്ചവടം വാനിലാണോ നടക്കുന്നത്? അയ്യോ, വാനില് കച്ചവടം നടക്കുക, അതിനേക്കാളും കൂടുതൽ കച്ചവടം നടക്കുക സൈക്കിളിലാകുമ്പോൾ എനിക്കിതിന്റെ പൈസ കിട്ടണം. എനിക്കിതിന്റെ പൈസ ഞാനല്ല എനിക്കിതിന്റെ പൈസ പൈസ കൊടുത്തിട്ട് പോയി എന്ത് കഷ്ടമെന്ന് പറയണേ. ചൂടല്ലെന്ന് തണുപ്പ്. അതെ, ഈ കുട്ടി ഐസ്ക്രീം ഒക്കെ കുടിക്കാറില്ല? ഐസ്ക്രീം ആ ചെറുപ്പത്തിൽ ഞാൻ കാശൊക്കെ കൂട്ടി വെച്ചിട്ട് മിഠായി വാങ്ങി കഴിക്കാറുണ്ടായിരുന്നു, ചില്ലറൊക്കെ കൂട്ടി വെച്ചിട്ട്. പക്ഷെ ഐസ്ക്രീം അത്ര കഴിക്കാറില്ല. അതെന്ന് പറഞ്ഞു എന്തൊരു കഷ്ടമെന്ന്. അവന്റെ ഐസ്ക്രീമും പോയി, സകലതും പോയി. നിനക്ക് വേണോടാ ദൈവശാപം, ദൈവശാപം. പാവപ്പെട്ട ഒരുത്തന്റെ ദൈവശാപം. ഞാൻ കൊടുക്കും. ഐസ്ക്രീമിക്ക് എനിക്ക് പൈസ വെച്ചാൽ അല്ല, കുഞ്ഞു മക്കളല്ലേ, ചേട്ടനല്ലേ പറഞ്ഞ മക്കൾ എവിടെയെന്ന്. ആ മക്കള് ചേട്ടന്റെ വിളി കേട്ടു. കുഞ്ഞു മക്കളെന്ന് പറഞ്ഞാൽ എന്റെ മക്കൾക്ക് എനിക്ക് അരി വാങ്ങണ്ടേ? എന്റെ ഐസിന്റെ പൈസ വെച്ചിട്ടുള്ള എന്റെ പാക്കറ്റിൽ പോകുന്ന പൈസ തടിയാ നോക്കടാ. ചേട്ടൻ അധികം ന്യായം പറയൊന്നും വേണ്ട. ആ മക്കളെടുത്ത് കഴിച്ചാൽ ഒരു കുഴപ്പം എനിക്ക് തോന്നണില്ല. കാരണം ഈ ഞാൻ കണ്ടിട്ടുണ്ട്, ചേട്ടൻ തന്നെയാണ് ചേട്ടൻ ഐസ്ക്രീം എല്ലാം എടുത്ത് കഴിക്കുന്നത്. സാരമില്ല, കുഴപ്പമില്ല, പിള്ളേരല്ലേ. പിന്നെ പിടിച്ചോളാം ഞാൻ. എന്താ തേജസ്, ഒന്ന് പോടാ. അല്ല, എവനെ ഇനി തരുമോ എനിക്ക്? എന്തിനാ? ഞാൻ 2 ദിവസം തന്നെ ശരിയാക്കി കൊടുക്കാം അവനെ. ശരിയാവുകയും ചെയ്യും. 3-ാം ദിവസം പള്ളിയിൽ അവൻ കുർബാനയ്ക്ക് പോകും. ഞാൻ ശരിയാക്കി തരാം. എന്നാ വാ, ലച്ചു വാ, ഓടി വാ, കെവിൻ നെവിൻ ഒക്കെ വാ. അതിന് വേണ്ടി എന്റെ അടുത്തുണ്ട് പറഞ്ഞു. ഒരു കാര്യം ഒറ്റ കാര്യം. അതെ, ഞാനൊരു കാര്യം പറയാം. ഈ ഐസ്ക്രീം ചേട്ടനെ കൊടുക്കാൻ നമ്മളെ കയ്യിൽ കാശില്ല. ഇല്ലല്ലോ, കാശുണ്ടോ? പറ. കാശില്ലാത്തോണ്ട് നമുക്കൊരു കാര്യം ചെയ്യാം. നമുക്കൊരു കാര്യം ചെയ്യാം. നമുക്ക് എല്ലാവർക്കും കൂടെ ഒരു ഡാൻസ് ചെയ്ത് തന്നാ മതിയോ? ഞങ്ങൾ എല്ലാരും കൂടെ. ആസപ്പെട്ടൊരു യോഗമെത്തിയടേ നാടൻ പാട്ട് പങ്കുതി കൊണ്ടാട്ടമാണിന്നടാ ചെമ്മച്ചാനെ തപ്പടിക്കിട തകിലടിക്കിട നീ അടിറാസാത്തി ആസപ്പെട്ടൊരു യോഗമെത്തിയടേ രജനി എല്ലാരും ജനത്തിൻ തോൾ ചേർന്ന നടികരട പകിട്ടിൽ വീഴാത്ത മനസ്സൊന്നുണ്ടെങ്കിൽ നീയും എവർക്കും നൻപനടാ റോഷൻ ഇന്ന ടീനേജിൻ ഫാഷൻ റോഷൻ
ഞങ്ങൾക്കുള്ള ടീനേജ് ഫാഷൻ ചിത്രം വന്നാൽ ട്രാഫിക് ബ്ലോക്ക് സ്പീഡിൽ കണ്ടാൽ ബാലഭൂവ നാട്ടിൽ നീളെ യൂത്തിന്റെ കൂട്ടേ എമ്മച്ചാനെ തപ്പടിക്കട തകിലടിക്കട നീ അടി റസാത്തി ആശപ്പെട്ടൊരു യോഗം എത്തിയടേ മിന്ന മിന്നിക്കും കാലം വന്നാൽ നീലാകാശത്തമായ നക്ഷത്ര കാവിൽ മിന്നാമേട എമ്മച്ചാനെ തപ്പടിക്കട തകിലടിക്കട നീ അടി റസാത്തി ആശപ്പെട്ടൊരു യോഗം എത്തിയടേ